താജ്മഹലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അലഹാബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടക്കാൻ വേറൊരു ഹർജി അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ മദ്രസകൾക്ക് നേരെ നടക്കണില്ലേ? ഇപ്പോൾ രാജ്യത്തെ പള്ളികൾക്കെതിരെ നടക്കണില്ലേ? യു പിയിൽ എത്ര ആരാധനാലയങ്ങൾ ബുൾഡോസർ രാജിൻ്റെ ഭാഗമായിട്ട് തകർത്ത് തരിപ്പണാക്കി. ആ പള്ളികളുടെ രാജസ്ഥാനിൽ എത്ര മദ്രസകൾ തകർത്തു? ഞാൻ ചോദിക്കട്ടെ, ഈ യു പിയിലും രാജസ്ഥാനിലൊക്കെ തകർത്ത മദ്രസകൾക്കിടെ കയ്യും കണക്കുമില്ല. ഇനി അതിൻ്റെയൊക്കെ കാനേഷുമാരി എടുത്ത് കോടതിയിൽ പോകാൻ പോലും വകുപ്പില്ല. കോടതിയിൽ പോയി കോടതി കൃത്യമായ നിരീക്ഷണം നടത്തി. നമ്പറില്ല, രജിസ്ട്രേഷൻ ഇല്ല, പെർമിറ്റ് ഇല്ല, ബിൽഡിംഗ് പെർമിഷൻ ഇല്ല. കോടതി എന്ത് വിധി പ്രസ്താവന നടത്തും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വടുതലയിൽ, ആലപ്പുഴ ജില്ലയിലെ പരിസരത്ത് നിൽക്കുന്ന വടുതലയിൽ അവിടുത്തെ മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട എൻ്റെ സഹൃദയനായ സ്നേഹിതൻ കൂടിയാണ് അദ്ദേഹം, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ സാഹിബ്. അദ്ദേഹം ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു റിക്വസ്റ്റ് പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോടും മഹല്ല് ഭാരവാഹികളോടും ബന്ധപ്പെട്ട ഉസ്താദുമാരോടൊക്കെ നടത്തിയിരിക്കുക. എന്താ കാരണം? പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പഴക്കമുള്ള നമ്മുടെ നമ്മൾ സേഫാണ് എന്ന് പറഞ്ഞ് കുത്തിരിക്കുക എപ്പോഴും, അല്ലേ? നമ്മളെ നാട്ടിലടക്കം ഇപ്പം യു പിയിലും രാജസ്ഥാനിലും നടന്നു, നമ്മുടെ നാട്ടിലേക്ക് വരില്ല എന്ന് ആര് പറഞ്ഞു? ആര് കണ്ടു? അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മക്കളുടെയും നമ്മളുടെയും ഭാവി നിയമപരിരക്ഷ പോലും ഇല്ലാതെ തുലാസിലാകുന്ന ഘട്ടങ്ങൾ ഈ രാജ്യത്ത് ഇതിനോടകം തന്നെ നമ്മൾ അനവധി കണ്ടതല്ലേ, അനവരതം. അപ്പം നമ്മൾ പാഠം ഉൾക്കൊള്ളണം. സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാത്തവ, പഞ്ചായത്തിലെ ബിൽഡിംഗ് പെർമിഷൻ ഇല്ലാത്തവ, മദ്രസയാവട്ടെ പള്ളിയാകട്ടെ, കോർപ്പറേഷൻ്റെ, മുനിസിപ്പാലിറ്റിയുടെ, പഞ്ചായത്തിൻ്റെ പെർമിഷൻ, രജിസ്ട്രേഷൻ നടപടികൾ, ഈവൻ ഖബർസ്ഥാൻ അടക്കം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥനായ ഒരു പ്രതിനിധി തെക്കൻ ജില്ലയിൽ ഒരു മഹലിൽ വന്നിട്ട് ആ മഹല്ല് അധികാരികളുടെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ വിസ്തൃതമായിട്ട് കിടക്കുന്ന ഖബർസ്ഥാൻ രജിസ്റ്റേർഡ് ആണോ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ആ ചോദ്യം വരെ ഉയർന്നു വരാൻ തുടങ്ങി ഈ രാജ്യത്ത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നയനിലപാടുകൾ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന് അനുസൃതമാകണം, പ്രതികൂലമാകാൻ പാടില്ല. നമ്മളെല്ലാ നിയമങ്ങളും അംഗീകരിച്ച് ആ കൃത്യതയോടുകൂടെ തന്നെ പോയാലും ഇവിടെ ഒരു ജനവിഭാഗത്തിൻ്റെ ഉള്ളിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ നിഗൂഢമായ പദ്ധതികൾ നടക്കുന്നുണ്ട്. അത് മുസ്ലിംസ് പറയുന്നല്ല, അശോക് സ്വൈൻ പറഞ്ഞ് നമ്മൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതാ. UNOൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായി സേവനം നടത്തിയ, ഇന്ത്യ കണ്ട തല തൊട്ടപ്പനായ വിദ്യാഭ്യാസ വിശാരദനാണ് അശോക് സ്വൈൻ. അദ്ദേഹം ഇപ്പോഴും ഹയാത്തിലുള്ളൊരു മനുഷ്യനാണല്ലോ, മുസ്ലിം അല്ലല്ലോ. അശോക് സ്വൈൻ യു പിയിലെ ഈ പറയുന്ന ബുൾഡോസർ രാജിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ വലിയൊരു പ്രസ്താവന ഇതര യൂറോപ്യൻ നാടുകളിലടക്കം ചർച്ച ചെയ്യപ്പെട്ടില്ലേ? അദ്ദേഹം ഇന്ത്യയെ പറ്റി പറഞ്ഞെന്താ? When farmers were protesting, no one demolished their houses. When Gujars were protesting, no one demolished their houses. When Rajaputras were protesting, no one demolished their houses. But when Muslims were protesting, they demolished their houses. Yes, my India is very, very secular. ആരാ പറഞ്ഞത്? അപ്പോൾ അശോക് സൈൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ റെലവൻ്റാണ്. നമ്മൾ അതിൻ്റെ വരികൾക്കിടയിലൂടെ ഒരു മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നോക്കി നിന്ന് നിരീക്ഷണം നടത്തിയതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു പ്രസ്താവന ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. അതാ ഞാൻ പറഞ്ഞത്, പ്രബുദ്ധതകൾ പണയം വെക്കാനുള്ളതല്ല. അതുകൊണ്ട് മനസ്സ് ഖബർസ്ഥാൻ വിശാലാകാൻ പറഞ്ഞ് ദ്വാരുന്ന പോലെ, അള്ളാഹുവേ, മരിച്ചുപോയവരുടെ ഖബർ വിശാലമാകുന്ന പോലെ തന്നെ ജീവിക്കുന്നവരുടെ ഖൽബ് കൂടി വിശാലമാക്കണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി, ഇതൊരു പ്രഹസനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതുപോലുമല്ല, അങ്ങനെ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ഒരു മനസ്സ് നമ്മൾ രൂപീകരിക്കണം. മനസ്സ് സംഘർഷമാകുന്ന, വളരെ നിഗൂഢമാകുന്ന, അത് ഹ്രസ്വമാകുന്ന, അത് വളരെ നാരോ ആകുന്ന ഒരു കാലഘട്ടത്തിലാണ്.